നമസ്കാരം. +1 ഫിസിക്സിലെ ക്വിക്ക് റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി 1ഉം 2ഉം ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിലുള്ള പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വെക്ടേഴ്സ്, പ്രൊജക്ടൈൽ മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഗർ ബിലോ ഷോസ് ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ബി പാർട്ടിൽ what is the angle of projection for maximum horizontal range? എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഡെറിവേഷനിലേക്ക് പോകുന്നില്ല, അത് കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. ആ ഫൈനൽ ഇക്വേഷൻ മാത്രം നോക്കാം നമുക്ക്. ഹൈറ്റ്, മാക്സിമം ഹൈറ്റ് is u²/2g. ടൈം ഓഫ് ഫ്ലൈറ്റ് t equal to 2u sin theta by g. ഇനി മാക്സിമം റേഞ്ച് കിട്ടുന്ന ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫിഗർ ഷോസ് ദ പാത്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. റീഡ്രോ ദ ഫിഗർ ആൻഡ് മാർക്ക് ദ ഡയറക്ഷൻസ് ഓഫ് വെലോസിറ്റി and acceleration of the particle at p. And രണ്ടാമത്തെ പാർട്ട്. An object moving uniformly in a circular path of radius 12 cm completes 7 revolutions in 100 seconds. What is the angular speed and linear speed of motion? ഇതിൽ ആദ്യത്തെ പാർട്ടിൽ വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും ഡയറക്ഷൻസ് ആണ്. വെലോസിറ്റി നമുക്കറിയാം, സർക്കുലർ മോഷനിൽ വെലോസിറ്റി അറ്റ് എ പോയിന്റ് ഇസ് അലോങ് ദി ടാൻജൻറ്റ്. ദെൻ ആക്സിലറേഷൻ ഇസ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ടുവേഴ്സ് ദി സെൻറ്റർ. നോക്കാം, ഫിഗർ നോക്കാം. സോ അറ്റ് പി വെലോസിറ്റി അലോങ് ടാൻജൻറ്റ് ആൻഡ് ആക്സിലറേഷൻ ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ആരോ മാർക്ക് കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ റേഡിയസ് ഗിവൺ, ദെൻ ടൈം 100 സെക്കൻഡ്സ്, നമ്പർ ഓഫ് റെവല്യൂഷൻസ് 7, ഒമേഗ നമുക്കറിയില്ല, വി വെലോസിറ്റി അറിയില്ല. സോ ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു 7/100. നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. സോ 7/100. സോ ഒമേഗ 2πf substitute ചെയ്യുമ്പോൾ will get 0.439 radian per second. Linear velocity v equal to r omega. r omega ഒക്കെ വാല്യൂസ് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5.27 into 10⁻⁻² meter per second. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമായിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An insect trapped in a circular groove of radius 12 cm moves along the groove steadily and completes 7 revolutions in 100 seconds. What is the linear speed of the motion? Is the acceleration vector a constant vector? What is its magnitude? അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ അതേ വാല്യൂസ് ആണ് ഇവിടെയുള്ളത്. 2 വർഷങ്ങളായിട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2 തരത്തിൽ ഒരേ വാല്യൂസാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് വീണ്ടും ചെയ്യുന്നില്ല. രണ്ടാമത്തെ പാർട്ട്, ഇസ് ദി ആക്സിലറേഷൻ വെക്ടർ എ കോൺസ്റ്റൻറ്റ് വെക്ടർ? വാട്ട് ഈസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആണ്.
വെക്റ്റർ കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വെക്റ്റർ ഈ ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റൻ്റ് വെക്റ്റർ ആണോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നോക്കാം. ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് v²/r. v കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ ആൻസറാണ്, അതുകൊണ്ടാണ് വീണ്ടും ചെയ്യാത്തത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you'll get 2.31 into 10⁻² m/s². വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബൈ r. ഇനി മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ് ആക്സിലറേഷൻ്റെ, ബട്ട് ഡയറക്ഷൻ ചേഞ്ചസ്. ഡയറക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഓൾവേസ് ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. പക്ഷേ ഓരോ പോയിൻ്റ് കൺസിഡർ ചെയ്യുമ്പോഴും ആ ഒരു ഡയറക്ഷന് വ്യത്യാസം ഉണ്ടാവും. ഇറ്റ് ഈസ് അലോങ് ദി റേഡിയസ്. ഓക്കെ, ടുവേഴ്സ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ അലോങ് ദി റേഡിയസ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ ഡയറക്ഷൻ ചേഞ്ചസ്. നെക്സ്റ്റ് വൺ. എ ബോയ് ത്രോസ് എ ബോൾ ഓഫ് മാസ് 200 gram with a velocity 20 m/s at an angle of 40 degree with the horizontal. What is the kinetic energy of the ball at the highest point of the trajectory? ഇതും മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്, കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിൻറ്റ്. കൈനറ്റിക് എനർജിയുടെ ഫോമുല നമുക്കറിയാം, 12 mv². ഇവിടെ ഹയസ്റ്റ് പോയിൻറ്റിൽ വെലോസിറ്റി നമ്മൾ 0 എന്നെടുക്കാറുണ്ട് അല്ലേ. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കാം, the velocity has got two components, the horizontal component and vertical component. Vertical component ആണ് നമ്മൾ ഹയസ്റ്റ് പോയിൻറ്റിൽ 0 എന്നെടുക്കുന്നത്. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഒരിക്കലും 0 അല്ല. ഓക്കെ, സോ പ്രൊജക്ടൈൽ മോഷൻ്റെ കേസിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റിയിൽ മാത്രമാണ് വേരിയേഷൻ വരിക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എൻ്റെ ഹയസ്റ്റ് പോയിൻറ്റിലെ കൈനറ്റിക് എനർജി എങ്ങനെ കണ്ടുപിടിക്കും? നോക്കൂ. സോ 12 mv, ഇവിടെ നമ്മൾ u cos theta. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി എന്താ? ux, ദറ്റ് ഈസ് u cos theta അല്ലേ. ux എന്നുള്ളതാണ് u cos theta എന്ന് എഴുതിയത്. സോ u cos theta ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 12 m മാസ് കിലോഗ്രാമിൽ, ദെൻ u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, cos 40 ഹോൾ സ്ക്വയർ. യു ഗെറ്റ് 23.472. Next question. A stone tied to the end of a string 80 cm long is whirled in a horizontal circle with a constant speed. What is the angle between velocity and acceleration at any instant of motion? നേരത്തെ നമ്മൾ വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞതാണ്. വെലോസിറ്റി ഈസ് അലോങ് ദി ടാൻജൻറ്റ്, ആക്സിലറേഷൻ ഇസ് ടുവേഴ്സ് ദി സെൻറ്റർ അലോങ് ദി റേഡിയസ്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അത് തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ പാർട്ട് നോക്കൂ. ഇഫ് ദ സ്റ്റോൺ മേക്സ് 14 revolutions in 25 seconds, what is the magnitude of acceleration? നമുക്ക് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പല വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ളത്. സൊല്യൂഷൻ നോക്കാം. സോ ആംഗിൾ ഇസ് 90 degree. റേഡിയസും ടാൻജൻറ്റും ആണ്. ആക്സിലറേഷൻ റേഡിയസിലൂടെയാണ് ആൻഡ് velocity is along the tangent. അത് തമ്മിലുള്ള ആംഗിൾ 90 degree. Then acceleration numerical value a equal to omega square r. ഓക്കെ, അതിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? n തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് റെവല്യൂഷൻസ് t തന്നിട്ടുണ്ട്, ദെൻ a അറിയില്ല, f നമുക്ക് കണ്ടുപിടിക്കാം. f is 14/25. സോ ഒമേഗ 2πf. സോ 2 into 3.14 into f-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 14/25 will get 3.51 radian per second. Substituting in the equation for acceleration, a equal to omega square r. Substitute ചെയ്ത് കഴിഞ്ഞാൽ will get 9.87 meter per second square. Okay, next one.
ഇതിൽ ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് വെക്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇഫ് എ ഇസ് പെർപെൻഡിക്കുലർ ടു ബി, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി? വെക്റ്റർ എയും വെക്റ്റർ ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി എന്തായിരിക്കും? പിന്നെ വെക്റ്റർ എഫ് ഇസ് ഗിവൺ, വെക്റ്റർ ഡി ഇസ് ഗിവൺ. വെക്റ്റർ എഫ് 3i plus 4j minus 5k, വെക്റ്റർ ഡി 5i plus 4j plus 3k. Then find angle between them. നോക്കാം. So we know a dot b equal to ab cos theta. So f dot d equal to fd cos theta. അതിൽ നിന്ന് നമുക്ക് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. കോസ് തീറ്റ കണ്ടുപിടിക്കാം. എഫ് ഡോട്ട് ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി. ഓക്കെ, ദെൻ എഫ് ഡോട്ട് ഡി നമുക്കല്ലാതെ കണ്ടുപിടിക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി? സെയിം ഐ കമ്പോണൻസ് ടുഗെദർ, ജെ കമ്പോണൻസ് ടുഗെദർ അല്ലേ. എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് എ ഡോട്ട് ബി. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് 3 into 5 plus 4 into 4 minus 5 into 3. F dot D, that is 16. Then F, magnitude of F, root of 3 square plus 4 square plus 5 square, root 50. Magnitude of D, root of 5 square plus 4 square plus 3 square, root 50. Substitute ചെയ്ത് കഴിഞ്ഞാൽ cos theta equal to 0.32 എന്ന് കിട്ടും. അതിൽ നിന്ന് you can find out theta. Okay, cos inverse 0.32 ചെയ്താൽ we will get the value of theta. Next question. Angle between vector A equal to I plus j cap, I cap plus j cap ആണ്. Then vector B equal to I cap minus j cap. What is the angle between them? അത് തമ്മിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എ ഡോട്ട് ബി കണ്ടുപിടിക്കാം. എ ഡോട്ട് ബി എന്താണ്? 1 into 1 minus 1 into 1. So 1 minus 1 equal to 0. Okay, A dot B equal to 0 means vector A and vector B are perpendicular to each other. അല്ലെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾ 90 degree. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുന്ന എഴുതുന്നു. കഴിഞ്ഞ 2 ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളും കൂടി തീർച്ചയായിട്ടും കാണാം. വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനും +1 ഫിസിക്സ് പബ്ലിക് എക്സാമിനും ഒക്കെ ഹെൽപ്ഫുള്ളായ രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രൊജക്ടൈൽ ഇസ് any body that is given an initial velocity and then follows a path determined entirely by the effects of gravitational acceleration and air resistance. The path of a projectile is, അവിടെ ഒരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: സ്ട്രെയിറ്റ് ലൈൻ, പരാബോള, സർക്കിൾസ്. പാത്ത് ഓഫ് പ്രൊജക്ടൈൽ ഇസ് പരാബോള. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഷോർട്ട് ആൻസർ മീൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. Then derive the expression for time to reach maximum height and hence time of flight of the projectile. Derivation, projectile മോഷനിലെ ഡെറിവേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഇതൊക്കെ. അപ്പോൾ പല വർഷങ്ങളിലും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളരെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ സി പാർട്ട്: എ ബേസ് ബോൾ leaves a bat with an initial speed of 37 meter per second at an angle of 53.1 degree. Find the position of the ball when t equal to 2 seconds. Treat baseball as a projectile. G 9.8. നോക്കൂ, എന്ത് കാര്യങ്ങൾ തന്നിട്ടുണ്ട്? ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ജി. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി വോണ്ട് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ അല്ലേ, കോർഡിനേറ്റ്സ്. പൊസിഷൻ കാണുകയെന്ന് വെച്ചാൽ കോർഡിനേറ്റ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സോ ഗിവൺ ക്വാണ്ടിറ്റീസ് എല്ലാം ഇത് യു, തീറ്റ, ടി, ജി. എക്സ്
എന്ന് പറഞ്ഞാൽ ടി സെക്കൻഡിന് ശേഷം അത് എവിടെയായിരിക്കും എന്നുള്ളതാണല്ലോ എക്സ് പൊസിഷൻ എന്ന് പറയുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ ആൻഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ 0 ആണ്, എ എക്സ് ഈക്വൽ ടു 0. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു നമുക്ക് 44.4 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ along horizontal direction it is at a distance of 44.4 meter. പക്ഷേ അതുകൊണ്ട് പോരാ, അതിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് പറയണമെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലാണ്. അപ്പോൾ അതിൻ്റെ വൈ കോർഡിനേറ്റും കൂടി വേണം. സോ വൈ യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ടി സ്ക്വയർ. അതിൽ എ വൈ ടി സ്ക്വയർ, എ വൈ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആക്സലറേഷനാണ്. അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്. സോ അവിടെയും വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ വാല്യൂസ്. യു വൈ യു സൈൻ തീറ്റ ഇൻറ്റു ടി, ദറ്റ് ഇസ് 2 എ വൈ മൈനസ് ജി. ഓക്കെ, നെഗറ്റീവ് ഡൗൺവേർഡ് ആണ് ആക്സലറേഷൻ, അതുകൊണ്ടാണ് മൈനസ് ജി കൊടുത്തത്. എ വൈ ടി സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ യുൽ ഗെറ്റ് 39.6 മീറ്റർ. അപ്പോൾ 44.4 മീറ്റർ അതാണ് എക്സ് പൊസിഷൻ എക്സ്. അതുപോലെ പൊസിഷൻ വൈ 39.6 മീറ്റർ. അപ്പോൾ ഒരു ബോഡിയുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. കോർഡിനേറ്റ്സ് ആണ് കിട്ടുക നമുക്ക്. അപ്പോൾ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു യൂണിഫോം സർക്കുലർ മോഷൻ. ഏതാണ് തന്നിട്ടുള്ളതിൽ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ടാൻജൻഷ്യൽ ടു സർക്കിൾ. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് യൂണിഫോം സർക്കുലർ മോഷനിൽ? നേരത്തെ നമ്മൾ പറഞ്ഞാണ് ആക്സിലറേഷൻ ഇസ് ടുവേഴ്സ് ദി സെൻറ്റർ അലോങ് ദി റേഡിയസ് അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയോ തെറ്റോ? രണ്ടാമത്തേത് ആക്സിലറേഷൻ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഇസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്. മൂന്നാമത്തേത് വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഹാസ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ്. യൂണിഫോം സർക്കുലർ മോഷൻ ഡെഫിനേഷൻ എന്താണ് ആലോചിച്ച് നോക്കുക. യൂണിഫോം സർക്കുലർ മോഷൻ, മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി ഇൻ എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് അല്ലേ? നാലാമത്തെ വെലോസിറ്റി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ഇസ് ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്. വെലോസിറ്റിയുടെ ഡയറക്ഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് അലോങ് ദി ടാൻജൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത്, a particle is projected up into the air from the point with a speed of 20 meter per second at an angle of projection 30 degree. What is the maximum height reached by it? So speed തീറ്റ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. You'll get 5.1 meter. Next one, when a body is projected into air with certain initial velocity making an angle with the horizontal, it will travel in a parabolic path. What are the vertical and horizontal components of velocity? With a diagram, derive expression for maximum height and time of flight. വീണ്ടും പ്രൊജക്ടൈൽ മോഷൻ തന്നെയാണ്. എന്താണ്? വാട്ട് ആർ ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി? വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി എന്താണ്? യു എക്സ് ആൻഡ് യു വൈ അല്ലെങ്കിൽ വി എക്സ് ആൻഡ് വി വൈ എന്തായിരിക്കും? പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഡെറിവേഷനാണ്, മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ യു എക്സ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് യു കോസ് തീറ്റയാണ്, യു വൈ യു സൈൻ തീറ്റ. ഓക്കെ, യു കോസ് തീറ്റ ഇസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് യു സൈൻ തീറ്റ ഇസ് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി. സി പാർട്ടിൽ എ ബോൾ ഇസ് ഡ്രോപ്ഡ് ത്രൂ ദ വിൻഡോ ഓഫ് എ ട്രെയിൻ ട്രാവലിംഗ് വിത്ത് ഹൈ വെലോസിറ്റി ടു എ മാൻ സ്റ്റാൻഡിംഗ് നിയർ ദ ട്രാക്ക്. The ball, what happens to the ball? Falls down vertically
moves straight horizontally, follows an elliptical path, follows a parabolic path. Okay, അപ്പോൾ ഒരു വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൻ്റെ ജനാലയിൽ കൂടി പുറത്തേക്ക് എറിയുന്ന ഒരു ബോൾ, അത് ഏത് പാത്തിലാണ് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഏതായിരിക്കും? ഇറ്റ് ഫോളോസ് എ പാരാബോളിക് പാത്ത്. പാരാബോളിക് പാത്തിലായിരിക്കും മൂവ് ചെയ്യുക. അതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ പ്രൂഫിൽ പരാബോളയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ് വേണ്ടത്. പരാബോളയാണെന്ന് പ്രൂവ് ചെയ്യാം. അടുത്ത യൂണിഫോം സർക്കുലർ മോഷൻ is a special case of two-dimensional motion having centripetal acceleration. Define centripetal acceleration. Can a body have acceleration with constant speed? Explain. Express angular velocity in terms of angular displacement. Centripetal acceleration നമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. It is the acceleration on a body moving in a circular path. പിന്നെ can a body have acceleration with constant speed? കോൺസ്റ്റൻറ്റ് സ്പീഡായിട്ട് ആക്സിലറേഷൻ ഉണ്ടാകാൻ അങ്ങനെ ഒരു കേസ് പോസിബിൾ ആണോ? അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ആംഗുലർ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ആംഗുലർ വെലോസിറ്റി ഒമേഗ, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ഡി തീറ്റ അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ. നോക്കാം. സോ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ എന്താണ്? ഇറ്റ്സ് ആക്സിലറേഷൻ ഓഫ് എ ബോഡി undergoing uniform circular motion. It is acting towards the center of the circular path along the radius. രണ്ടാമത്തെ കേസിൽ ചോദിച്ചത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിക്കൊണ്ട് ആക്സിലറേഷൻ ഉണ്ടാവുന്ന ഒരു കേസ് പോസിബിൾ ആണോ? പോസിബിൾ ആണ്. അതാണ് യൂണിഫോം സർക്കുലർ മോഷനിൽ സംഭവിക്കുന്നത് അല്ലേ. ബോഡി ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് ബട്ട് ദർ ഇസ് ആക്സിലറേഷൻ. സി പാർട്ടിൽ ആംഗുലർ വെലോസിറ്റി ഇക്വേഷൻ എന്താ? ഒമേഗ ഈക്വൽ ടു ഡെൽറ്റ തീറ്റ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The parallelogram law is used to change the resultant of two vectors. Find the magnitude of the resultant of two vectors in terms of their magnitudes and angle between them. ഈ ചാപ്റ്ററിൽ ചോദിക്കാറുള്ള മറ്റു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. പാരലോഗ്രാം ലോ ബേസ് ചെയ്തുകൊണ്ട് പാരലോഗ്രാം ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ് ഓഫ് വെക്ടേഴ്സ്, എക്സ്പ്രഷൻ ഫൈനൽ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെറിവേഷൻ ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല. ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. അപ്പോൾ അതിൽ വെക്ടേഴ്സാണ്, പി ക്യു എല്ലാം വെക്ടേഴ്സാണ് അറിയാം. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷൻ അതുപോലെ ഈ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകൾ കാണാം. ഇനിയുള്ള ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.